നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു കിടിലൻ മാച്ച് നടക്കാനായിട്ട് പോവാണ്. ആർസണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ അല്ലേ. ഇത് പലരും ഹറാംബോൾ ഡെർബി മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷേ ഈ സീസൺ അത്ലറ്റിക്കോയുടെ മാച്ചുകൾ കണ്ടവർക്കറിയാം അത്ലറ്റിക്കോ കളിക്കുന്നത് ഒരു ഹറാംബോൾ അല്ല. എല്ലാവരും ഈ ഹറാംബോൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ലറ്റിക്കോ ആ മഡ്രിഡ് ഡെർബി കണ്ടവർക്ക് മനസ്സിലാവും. അത്ലറ്റിക്കോ ഓവർ ഡിഫെൻസീവായി സിറ്റ് ബാക്ക് ചെയ്ത് പാർക്ക് അതൊന്നുമല്ല. അവർ പ്രോപ്പർ കൗണ്ടർ അറ്റാക്കിങ് നടത്തുന്ന കറക്റ്റ് സമയത്ത് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സൈഡ് തന്നെയാണ്. അതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആർസണൽ ടീമിൽ നിന്നാണെങ്കിലും അവർ ഡിഫെൻസീവ്ലി വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് സൈഡാണ് ആർസണൽ വിത്തൗട്ട് എ ഡൗട്ട്. പക്ഷെ അവർ ഓപ്പൺ പ്ലേയിലൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവരും ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്, പാർക്ക് ദ ബസ് ചെയ്യേണ്ടപ്പം ചെയ്യുന്നുമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മോർ ദാൻ ഒരു പാർക്ക് ദ ബസ്സിൽ ഉപരി ഇതൊരു ഫിസിക്കൽ ബാറ്റിലായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഓപ്പൺ ഗെയിം ആയിരിക്കും. ചാൻസ് ആഫ്റ്റർ ചാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഗെയിം ആയിരിക്കത്തില്ല. പക്ഷേ ഇതൊരു ഫിസിക്കൽ ഗെയിം ആയിരിക്കും. കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കാണാൻ പോകുന്ന ഒരു ഗെയിം തന്നെ ആയിരിക്കും. ആൻഡ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്നതിനാൽ തന്നെ ആർസണൽ ക്ലിയർ ഫേവറേറ്റ്സുമാണ്. ആൻഡ് ഈ ഒരു മത്സരം ഇപ്പം 7 വർഷവും 170 ദിവസത്തിന് ശേഷമാണ് ആർസണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു മത്സരം നടക്കുന്നത്. ലാസ്റ്റ് ടൈം ഇവർ ഏറ്റുമുട്ടിയത് യൂറോപ്പ ലീഗ് സെമി ഫൈനലിലാണ്. അന്ന് അഗ്രിഗേറ്റ് 2-1 അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ച് കയറുകയായിരുന്നു. ഫസ്റ്റ് ലെഗ് എമിറേറ്റ്സിൽ 1-1 സമനിലയും, സെക്കൻഡ് ലെഗ് അന്ന് മെട്രോപൊളിറ്റാനോയിൽ ഫസ്റ്റ് ടൈം കളിക്കുന്ന ഇയറും കൂടെ ആയിരുന്നു. 1-0 ജയിച്ചുകൊണ്ട് 2-1 അഗ്രിഗേറ്റിൽ കയറുമായിരുന്നു. ഗ്രീസ്മാനും ഡിയേഗോ കോസ്റ്റയായിരുന്നു അന്ന് ഗോളുകൾ സ്കോർ ചെയ്ത. സിമിയോണി അന്ന് അത്ലറ്റിക്കോ ജയിക്കുമ്പോഴേക്കും റെഡ് കാർഡ് കിട്ടിയ കാരണം സ്റ്റാൻസിലിരുന്നാണ് കളി കണ്ടത്. അതിനുശേഷമാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം രണ്ട് ടീമിലും ഇഞ്ചറി കൺസേൺസ് കുറവാണ്. രണ്ട് ടീമും ഓൾമോസ്റ്റ് ഫുള്ളി ഫിറ്റ് സ്ക്വാഡ് ഉണ്ട്. ഒഡിഗാർഡ് ആർസണലിന് അവൈലബിൾ അല്ല. ബെൻ വൈറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. അപ്പുറത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇഞ്ചറി മാറി എല്ലാവരും വന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നിക്കോ ഗോൺസാലസിന് ചെറിയൊരു നോക്കുണ്ടെന്ന് റിപ്പോർട്ട് വന്നെങ്കിലും ആൾ ട്രാവൽ ചെയ്യും സ്ക്വാഡിനോടൊപ്പം കളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഇപ്പം റീസെൻറ്റ് റൺ ഓഫ് മാച്ചസ് നോക്കാനായിട്ടാണ് 5-2 മെഡ്രിഡ് ഡെർബി വെച്ചു, പിന്നീട് 5-1 ഫ്രാങ്ക്ഫർട്ടിനെ തോപ്പിക്കുന്ന ഒരു ഹോമിൽ, പിന്നീട് ഒരു സമനില സെൽട്ട വിഗോയോട് തുടങ്ങി. പക്ഷേ ആ മാച്ച് നന്നായിട്ട് കളിച്ചു. കഴിഞ്ഞ ദിവസം ഒസസൂനയ്ക്ക് അഗെയിൻസ്റ്റ് 1-0 ഒരു വിജയം നേടിയെങ്കിലും ആ മാച്ചിൽ അത്യാവശ്യം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിൽ സിമിയോണിക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് മേ ബി ആ ഇഞ്ചറീസ് വന്നത് നന്നായെന്ന് പറയേണ്ടി വരും. അലക്സ് ബെയ്നയ്ക്ക് ആണെങ്കിലും തിയാഗോ അൽമേഡയ്ക്ക് ആണെങ്കിലും മറ്റുമൊക്കെ. കാരണം പുള്ളിയുടെ കോറിലോട്ട് പോകാനായിട്ട് പറ്റി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളി ആദ്യമേ ഈ സൈനിങ്സുകളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കി അവസാനം പണി പാളിയതാണ്. ടു മച്ച് കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയുന്നത് ടു മച്ച് കുക്സ് ആയിരുന്നു. അൽമാഡെ ആണെങ്കിലും ബെയ്നെ ആണെങ്കിലും അൽവാറസും ഗ്രീസ്മാനും ഇവരെല്ലാം ടു ആൻ എക്സ്റ്റെൻറ്റ് ഒരേ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സാണ്. ഈ ഒരു നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പം എനിക്ക് കാണാനായിട്ട് ആഗ്രഹമുള്ളത് സിമിയോണി ആളുടെ ബാലൻസ് ഡിലോണെ ഇറക്കുന്നതെന്നാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം, ഗിമിനസ് ഫിറ്റായി വന്നിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗെയിം ചേഞ്ചർ. എപ്പോഴൊക്കെ ഗിമിനസ് അത്ലറ്റിക്കോയ്ക്ക് അവൈലബിൾ ആണോ അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടേ ഉള്ളൂ ഡിഫെൻസീവ്ലി. റോബിൻ ലീ നോർമാനും ലെങ്ലെറ്റുമാണ് സെൻറ്റർ ബാക്ക് ഡ്യൂ ആയിട്ട് കളിക്കുന്നതെങ്കിൽ അത്ലറ്റിക്കോയ്ക്ക് അത് പണിയാവും. അത് കുറച്ച് വറി തരുന്ന ഒരു ഡ്യൂ ആണത്. അതേസമയത്ത് ഗിമിനസിനെ അങ്ങോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിച്ചാൽ കൂടെ റോബിൻ ലീ നോർമാനോട് ആണെങ്കിൽ ദാറ്റ്സ് എ സോളിഡ് ഡ്യൂ. അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് ഐ തിങ്ക് ഹാങ്കോ സ്റ്റാർട്ടിങ്. റൈറ്റ് ബാക്കായിട്ട് പുള്ളി ലോറൻറ്റേനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ലോറൻ്റെ വാട്ട് എ പ്ലെയർ അല്ല. എനിക്ക് തോന്നുന്നില്ല മൊളീനെ ആണെങ്കിലും റുഗേറി ആയിരിക്കും ബെഞ്ചിലായിരിക്കും. എനിക്ക് തോന്നുന്നില്ല അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഐ വുഡ് ലൈക്ക് ടു സീ ഒരു 4-4-2, പുള്ളി 5-3-2 പോകുന്നതാണ് ആഗ്രഹമില്ല. ലാസ്റ്റ് മാച്ച് റോസസോനൊക്കെ അഗെയിൻസ്റ്റ് 5 ദ ബാക്ക് ആയിരുന്നു അലക്സ് ബെനിനെ മറ്റൊക്കെ ഉൾപ്പെടുത്താനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മാച്ചിലോട്ട് വരുമ്പോൾ പുള്ളി 4-4-2 പോവുക. നെയിംസ് നോക്കാതിരിക്കുക. ഈ സീസൺ 3 മാനേജ് ഇപ്പോൾ അർണ എസ്ലോട്ടിൻ്റെ കാര്യം പറയുന്ന പോലെ നെയിംസ് നോക്കി ഇറക്കാതെ ടീമിൻ്റെ ബാലൻസ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള 11 ഇറക്കുക. അതായിരിക്കും സിമിയോണി ചെയ്യേണ്ടത്. സിമിയോണിക്ക് ചില സമയത്ത് ഓവർ തിങ്ക് ചെയ്ത് പുള്ളി എല്ലാവരെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കി പണി വളാറുണ്ട്. എനിക്ക് തോന്നുന്നത് പുള്ളി മഡ്രിഡ് ഡെർബിയിൽ ചെയ്ത പോലെ പെർഫെക്റ്റ് ആയിരുന്നു. നിക്കോ ഗോൺസാലസിനെ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ റൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലിയാനോ സിമിയോണിനെ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണ്. ഗെയിം ചേഞ്ചറാക്കി. ഇപ്പം റാസ്പഡോറിനെ ആണെങ്കിലും ഓക്കെയാണ് നിക്കോ ഗോൺസാലസ് സ്ഥാനത്ത്. നിക്കോ ഗോൺസാലസ് ഫുള്ളി ഫിറ്റ് അല്ലെങ്കിൽ. ആൻഡ് മിഡ്ഫീൽഡ് ഐ തിങ്ക് കൊക്കെ ഓർ ഗാലഗർ അലോങ് സൈഡ് പാബ്ലോ പരീസ് അവിടെ ഒത്തിരി അഴിച്ചു പണിക്ക് നോക്കി. നമുക്കറിയാം ആർസണലിന് അഗെയിൻസ്റ്റ് വന്ന് സോളിഡായി തന്നെ കളിക്കണം. ഇപ്പോൾ ആർസണലിനെ ഡിഫെൻസീവ്ലി ആർസണൽ സോളിഡാണ്, അതുപോലെ സോളിഡായിട്ട് തന്നെ കളിക്കണം. കൗണ്ടർ അറ്റാക്കിങ്ങിൽ അവരെ ഹിറ്റ് ചെയ്യാൻ നോക്കണം. വൈഡ് ഏരിയാസിൽ ത്രെട്ട് വേണം, വൈഡ് ഏരിയാസിൽ ഓഫ് ദ ബോൾ വർക്ക് ലോഡും വേണം. കാരണം സാക്കെ ആണെങ്കിലും എസ് ഒക്കെ ആണെങ്കിലും റിയലി ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. നിക്കോ ഗോൺസാലസ് ആൻഡ് സുമിയോണീനെ മിഡ്ഫീൽഡ് ലൈറ്റിലും ലെഫ്റ്റുമായിട്ട് സാധിക്കുകയാണ്. മിഡ്ഫീൽഡ് കൊക്കെ എനിക്ക് തോന്നുന്നു ഗാലഗർ ആൻഡ് പാബ്ലോ വാരിയസ് ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീൽഡുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ സൊർലോത്തിനെ യൂസ് ചെയ്യണോ ഗ്രീസ്മാനെ യൂസ് ചെയ്യണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ അൽമാഡ ലാസ്റ്റ് മാച്ച് ഗോൾ അടിച്ചു, പക്ഷേ സൊർലോത്ത് ഓർ ഗ്രീസ്മാൻ എലോങ് വിത്ത് അൽവാറസ് എന്നൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്.
സോർലോത്ത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സെറ്റ് പീസ് ഡിഫെൻഡിങ് കുറച്ചുകൂടി ഈസി ആവും, കാരണം സോർലോത്ത് ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ്. പക്ഷേ അതേ സമയത്ത് സോർലോത്തിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആർസണൽ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ ആർസണലിൻ്റെ CBസിൻ്റെ റീസെൻറ്റ് ഫോം ഒക്കെ നോക്കുവാണെങ്കിൽ സലീബ ആണെങ്കിലും ഗബ്രിയേൽ ആണെങ്കിലും ഒരു ഫിസിക്കൽ പ്രസൻസ് അപ്രണ്ട് അവർക്കൊരു ടാർഗറ്റ് മാനായിട്ട് ഉണ്ടെങ്കിൽ അവർ കംഫർട്ടബിളി അത് ഡിഫെൻഡ് ചെയ്യും സോർലോത്തിന്. അതേസമയത്ത് ഗ്രീസ്മാൻ പോലത്തെ പ്ലേയേഴ്സ് ആണെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സ് കൂടുതൽ കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യും. മേ ബി ഗ്രീസ്മാൻ ആൻഡ് അൽവാറസ് ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യത ഞാൻ നല്ലപോലെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അൽമാഡ ആൻഡ് അൽവാറസ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. ആൻഡ് അപ്പുറത്തെ ആർസണലിലോട്ട് വരുമ്പോഴേക്കും ഐ തിങ്ക് ആർസണൽ ഈ മാച്ചിൽ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുമെന്ന് തോന്നുന്നില്ല. ഡിഫെൻസീവ് ആവണം, സോൾഡാറ്റി എല്ലാം വേണം, പക്ഷേ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ നോക്കുക. അത്ലറ്റിക്കോ ഡിഫെൻസീവ്ലി അത്ലറ്റിക്കോയ്ക്ക് ഇഷ്യൂസ് ഉണ്ട്. ഇത് പഴയ സോൾഡ് ആയിട്ടുള്ള അത്ലറ്റിക്കോ എന്നല്ല, ഡിഫെൻസീവ്ലി ഇഷ്യൂസ് ഉള്ള ടീം തന്നെയാണ്. ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് അഗെയിൻസ്റ്റ് ഐ തിങ്ക് അർട്ടേറ്റ അധികം ഓവർ തിങ്ക് ചെയ്യാൻ പോകുമെന്ന് തോന്നുന്നില്ല. ആളുടെ സോളിഡ് 11 തന്നെ ഇറക്കും. ഇപ്പോൾ ലാസ്റ്റ് മാച്ചുകൾ കണ്ടതുപോലെ തന്നെ സൂബിമെൻഡി സ്റ്റാർട്ടിങ്, എസ് സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഡെക്ലൻ റൈസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് മാർട്ടിനെല്ലി ആൻഡ് ട്രൊസാർഡ് സ്റ്റാർട്ട് ചെയ്യുമോ അതോ മിഡ്ഫീൽഡിൽ പുള്ളി മെറീനോനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എസ്സേനെ ലെഫ്റ്റിലിടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം അങ്ങനെ ഓവർ പ്രൊട്ടക്റ്റീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഐ തിങ്ക് ട്രൊസാർഡ് ലെഫ്റ്റിലും അല്ലെ മാർട്ടിനെല്ലി ലെഫ്റ്റിൽ എലോങ് വിത്ത് യോക്കറസ് ആൻഡ് സാക്ക, എസ്സേനെ ആ നമ്പർ 10 റോളിലും യൂസ് ചെയ്യാനായിട്ട് ഈസിലി പറ്റും. ബാക്ക് ഫോർ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവിടെ അധികം പറയേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് ബാക്കായിട്ട് മിക്കവാറും കാലിഫോർ തന്നെയായിരിക്കും. ആൻഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ ആർസണൽ ആർ ദ ക്ലിയർ ഫേവറേറ്റ്സ്. ഓവർ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കിയില്ല ആർസണലിന് ഈ മാച്ച് ഒരു വിക്ടറി ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് അപ്പുറത്ത് അത്ലറ്റിക്കോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അണ്ടർഡോഗ്സ് ആകുമ്പോൾ അഥവാ അത്ലറ്റിക്കോ ഫേവറേറ്റ് അല്ല എന്ന് തോന്നുന്ന മാച്ചുകൾ അവർ സ്റ്റെപ്പപ്പ് ചെയ്യാറുണ്ട്. അതങ്ങനെയാണ്, അത്ലറ്റിക്കോ എപ്പോഴും അങ്ങനെ സ്റ്റെപ്പപ്പ് ചെയ്യുന്ന ഒരു ടീമാണ്. സോ സിമിയോണിയുടെ ഈ ഒരു ടീം ഇന്ന് എമിറേറ്റ്സിൽ വന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ പിടിക്കാനായിട്ട് ഏതെങ്കിലും സാധിച്ചാൽ ദാറ്റ് വിൽ ബി എ ഗുഡ് റിസൾട്ട് ഫോർ ദം. ആൻഡ് പേഴ്സണലി ഐ വുഡ് ലൈക്ക് ടു സീ ദാറ്റ്. അത്ലറ്റിക്കോ ഇന്ന് എമിറേറ്റ്സ് വന്ന് പോയിന്റ്സ് എടുത്തുകൊണ്ട് പോകുന്ന കാണാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. ഈവൻ ദോ ആർസണൽ ജയിക്കും എന്നുള്ളതാണ് പറയാനായിട്ട് ഈസി ആയിട്ടുള്ള കാര്യമെങ്കിലും ഐ ആം പ്രെഡിക്റ്റിംഗ് എ ഡ്രോ. എനിക്ക് തോന്നുന്നു ഒരു 2-2 ഡ്രോ. ആർസണൽ മൈറ്റ് ക്രിയേറ്റ് സം ഗുഡ് ചാൻസസ്, പക്ഷേ ഇവഞ്ച്വലി അത്ലറ്റിക്കോ ഒരു ഡ്രോ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് പോകുന്നൊരു ഫീലാണ് എനിക്കിപ്പോഴുള്ളത്. ആൻഡ് ഈ ഒരു മാച്ച് കുറച്ചുകൂടെ ഫിസിക്കലായിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും. ഓവർ പാർക്കിംഗ് ദ ബസ് കാണാം ഇല്ല എന്നല്ല, രണ്ട് ടീമും സോളിഡായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. പക്ഷേ യു വിൽ സി എ ഗുഡ് ഫിസിക്കൽ ബാറ്റിൽ. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 60-65 മിനിറ്റ് നല്ലൊരു ഫിസിക്കൽ ബാറ്റിൽ കാണുമെന്നൊരു ഫീലുണ്ട്. ഏത് ടീം ലീഡ് എടുക്കുന്നോ അവർ ക്യാപിറ്റലൈസ് ചെയ്യും എന്നൊരു ഫീലുമാണ് ഇപ്പോൾ ഉള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഒപ്പീനിയൻസ് ആൻഡ് പ്രഡിക്ഷൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് വേഴ്സസ് യുവൻറ്റസ് നാളെ നടക്കുന്നുണ്ട്. ആ ഒരു മത്സരം റിയൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും. അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം റയൽ മാഡ്രിഡ് ബെർണബേലു ആയതിനാൽ ക്ലിയർ ഫേവറേറ്റ്സ് ആണ്. യുവൻറ്റസ് ഡിഫെൻസീവ്ലി നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. യുവൻറ്റസ് റീസെൻ്റ്ലി നോക്കാനായിട്ടാണ് VRAയിലോട്ട് 2-2 ഡ്രോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം കോമോയോട്ട് 2-0 തോക്കുന്ന സിനാരിയോ ഉണ്ട്. എല്ലാ മാച്ചിലും അവർ ഗോൾസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് 0-0 ഡ്രോ AC മിലാൻ. അതിൽ അക്കൗണ്ട് മാത്രം നിന്നാണ് AC മിലാൻ എത്ര സിറ്റർ ചാൻസുകൾ ആ മാച്ച് മിസ് ചെയ്തെന്ന് അറിയാം. സോ യുവൻറ്റസ് ഡിഫെൻസീവ്ലി ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒഫൻസീവ്ലി ദേ ആർ ഗുഡ്. ഇൽഡിസ് ആണെങ്കിലും ബ്ലാഹോയിച്ച് ആണെങ്കിലും കൊൻസിസാവ് ഒക്കെ ആണെങ്കിലും നല്ല പ്ലേയേഴ്സാണ്. സോ ഡിഫെൻസീവ്ലി ഹേർട്ട് ചെയ്യാൻ സാധിക്കും റയൽ മാഡ്രിഡിനെ. പക്ഷേ അവരുടെ ഡിഫൻസ് അതുപോലെ ഈക്വലി ബാഡാണ്. സോ റയൽ മാഡ്രിഡ് വിൽ ക്യാപിറ്റലൈസ് ഓൺ ദാറ്റ്. ഐ തിങ്ക് ഇത് അത്യാവശ്യം ഒരു 4-2 ലെവൽ ഓഫ് സ്കോറിംഗ് മാച്ച് ആയിരിക്കും. ഐ ആം ഗോയിങ് ഫോർ എ 4-2 റയൽ മാഡ്രിഡിന് ആ മാച്ചിലോട്ട് വരുമ്പോൾ. കൂടാതെ മറ്റൊരു മത്സരം ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഈ വീക്കിൽ VRAൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. VRAലിൻ്റെ ഹോം മാച്ചാണ്. ഐ തിങ്ക് സിറ്റിക്ക് ഈ മാച്ച് അധികം എളുപ്പമായിരിക്കത്തില്ല. ഇപ്പം മേ ബി സിറ്റി ഒരു 2-1 വിക്ടറി, അങ്ങനത്തെ ഒരു ഗ്രൈൻഡിങ് വിക്ടറി നേടിക്കൊണ്ട് വരുന്നൊരു ഫീലാണുള്ളത്. ആൻഡ് സിറ്റി അത്യാവശ്യം ഡിഫെൻസീവ്ലി തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് നിന്ന് കളിക്കാൻ നോക്കും. ലാസ്റ്റ് മൊണോക്കോ മാച്ച് നമ്മൾ കണ്ടാണ്. സിറ്റി അത്യാവശ്യം ഡിഫെൻസീവ്ലി സോളിഡ് ആവുക. അവേ മാച്ചസ് ആ ഒരു അപ്രോച്ചാണ് തോന്നുന്നുണ്ട്. 2-1 ജയിച്ചുകൊണ്ട് വരണ്ടായിരുന്നു. അവിടെ നിക്കോ ഗോൺസാലസ് ഒരു അനാവശ്യ പെനൽറ്റി കൺസിഡർ ചെയ്ത് 2-2 ആക്കി. പക്ഷേ നമുക്കറിയാം ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ VRAയിലും ഡിഫെൻസീവ്ലി കുറച്ച് ഇഷ്യൂസ് ഉള്ളൊരു സൈഡാണ്. ബട്ട് ഗോയിങ് ഫോർവേഡ് ദേ ആർ ഗുഡ്. സോ എനിക്ക് തോന്നുന്നൊരു കാര്യം സിറ്റി ഡിഫെൻസീവ്ലി സോളിഡ് ആവും. മേ ബി ക്യാപിറ്റലൈസ് ചെയ്യാൻ കിട്ടുന്ന 1-2 ചാൻസുകൾ. അതിൻ്റെ ഒരു 2-1 വിക്ടറി, അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൈൻഡിങ് വിക്ടറി നേടിക്കൊണ്ട് വരുന്നൊരു ഫീലാണ് എനിക്കുള്ളത് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും. സോ നമുക്ക് നോക്കാം എന്താവുന്നു. മറ്റ് കുറേ ഇൻട്രസ്റ്റിംഗ് മാച്ചുകളുണ്ട്. PSG ലെവർകൂസനെ നേരിടുന്നുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാച്ചായിരിക്കും. ലെവർകൂസൻ ഇപ്പോൾ ലീഗ് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബോഡോ ഗ്ലിംറ്റ് ഗാലറ്റസറെ നേരിടുന്നുണ്ട്. ഇറ്റ് വിൽ ബി എ റിയലി ഗുഡ് മാച്ച്. അതുപോലെ തന്നെയാണ് ബാർസലോണ ഒളിമ്പിയാക്കോസ് ഇന്ന് രാത്രി 10:15 നമ്മൾ പേഴ്സണലി എനിക്കൊരു ക്ലീൻ ഷീറ്റ് കാണാൻ വളരെ ആഗ്രഹമുള്ളൊരു മാച്ചാണ്. അനാവശ്യ കോംപ്ലിക്കേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിരുന്നാൽ മതിയായിരുന്നു. റഫീന ഈ മാച്ചിൽ കളിക്കുമോ നോക്കണം. അറ്റ്ലീസ്റ്റ് കുറച്ച് മിനിറ്റ്സിലും കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ടു സി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പുള്ളി മേ ബി ഏതൊക്കെ പ്ലേയേഴ്സിന് ഈ മാച്ചിൽ കുറച്ച് റൊട്ടേഷൻസ് നടത്തുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ലെറ്റ്സ് സി ഹൗ ഇറ്റ് ഗോസ്. എന്താണ് നിങ്ങൾക്ക്
ഉള്ള ഒപ്പീനിയൻ എന്ന് പറയാം ഈ ഒരു മാച്ചിലോട്ട് വീക്കെൻഡിലോട്ടൊക്കെ വരുമ്പോൾ ഐ എം ഗോയിങ് ഫോർ എ 3-1 വിൻ ഫോർ ബാർസലോണ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻസ്, നിങ്ങളുടെ പ്രഡിക്ഷൻസും മറ്റുമൊക്കെ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.